ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടും കണ്ണു തുറക്കാതെ അധികാരികൾ. മട്ടന്നൂർ ചാലോട് ജംഗ്ഷനിൽ വാഹനാപകടങ്ങളും മനുഷ്യക്കുരുതിയും തുടർക്കഥയാവുകയാണ്. അപകടങ്ങൾ ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യത്തിന് മാത്രം പരിഹാരമില്ല. കണ്ണൂർ വിമാനത്താവളത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രധാന പട്ടണമാണ് കണ്ണൂർ റോഡിലെ ചാലോട്. ഇവിടെ ടൗണിൽ തന്നെയുള്ള മെയിൻ റോഡിലെ ജംഗ്ഷനാണ് മനുഷ്യക്കുരുതിയുടെയും വാഹനാപകടങ്ങളുടെയും നിരത്താക്കി ചാലോടിനെ മാറ്റുന്നത്. ആഴ്ചയിൽ ചുരുങ്ങിയത് ഒന്നെന്ന നിലയിലാണ് ഇവിടെ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത്. അശ്രദ്ധമായ ഡ്രൈവിംഗ് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത് ജംഗ്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാനോ വേഗത നിയന്ത്രിക്കാനോ ആവശ്യമായ മുന്നറിയിപ്പുകൾ ഇവിടെയില്ല. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇവിടെയുണ്ടാകുന്ന അപകടങ്ങൾ ഏറെ ഭീതിതമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സിഗ്നൽ ലൈറ്റ് ഉൾപ്പെടെ ടൗണിന്റെ വികസനത്തിന് പണം അനുവദിച്ചെങ്കിലും പദ്ധതിയൊന്നും നടപ്പായില്ല. കെ ശൈലജ ഇടപെട്ട് വീണ്ടും പദ്ധതി കൊണ്ടുവന്ന് പ്രവൃത്തി ആരംഭിച്ചെങ്കിലും അപകടം കുറയ്ക്കാൻ സിഗ്നൽ സംവിധാനമൊന്നും ഇല്ലെന്നാണ് അറിയുന്നത്. റോഡ് വികസനം നടക്കേണ്ടതിനാൽ ജംഗ്ഷൻ വികസനം നടക്കില്ലെന്നാണ് അറിയുന്നത്. എന്നോ നടക്കുമെന്ന് പറയുന്ന റോഡ് വികസനത്തിന്റെ പേരിൽ ഇവിടെ സുരക്ഷ ഒരുക്കാതെ നിന്നാൽ ഇനിയുമേറെ അപകടങ്ങളും മരണങ്ങളും ഉണ്ടാകും. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ചാലോട് ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർ ചാലോട് ടവർ സ്റ്റോപ്പിലെ ഇഞ്ചിക്കാലിൽ ചന്ദ്രത്തിൽ സജീവനാണ് അധികാരികളുടെ നിസ്സംഗതയിൽ മനുഷ്യക്കുരുതിയുടെ ഒടുവിലത്തെ ഇര. കഴിഞ്ഞ ദിവസം രാത്രി 10:45 അപകടം. അഞ്ചരക്കണ്ടി റോഡിൽ നിന്നും വന്ന ഫോർച്യൂണർ കാറും കണ്ണൂർ റോഡിൽ നിന്നും വന്ന i20 കാറും ഇരിക്കൂർ റോഡിൽ നിന്ന് വരികയായിരുന്ന സജീവന്റെ ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ സജീവൻ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ചയാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ഫോർച്യൂണർ സമീപത്തുള്ള ബേക്കറിയിലേക്ക് പാഞ്ഞുകയറി കടയുടെ തൂണ് തകരുകയും സമീപത്തുണ്ടായിരുന്ന ഫ്രിഡ്ജിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. നിരന്തരം അപകടം നടക്കുന്ന 4 റോഡ് ജംഗ്ഷനിൽ അധികൃതർ വേണ്ട സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലോട് യൂണിറ്റ് പ്രസിഡന്റ് PK സനീഷ് ആവശ്യപ്പെട്ടു. ഇതിപ്പോൾ ചാലോട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവറാണ് കഴിഞ്ഞ ദിവസത്തെ അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ചാലോടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇരിക്കൂർ, അതുപോലെ തലശ്ശേരി, കണ്ണൂർ, മട്ടന്നൂർ റോഡുകളെ വേർതിരിക്കുന്ന ഒരു 4 റോഡ് ജംഗ്ഷനാണ് ചാലോട്. പുറമേ നിന്ന് എത്തുന്ന ഡ്രൈവർമാർക്ക് ഇതൊരു ജംഗ്ഷനാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതാണ് അപകടത്തിന് കാരണമാകുന്നത്. അപ്പോൾ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ദിശാ ബോർഡുകളോ അല്ലെങ്കിൽ മറ്റ് സിഗ്നൽ സംവിധാനങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് അപകടങ്ങൾക്ക് പ്രധാനമായും കാരണമായി മാറുന്നത്. ഇപ്പോൾ ഭേദപ്പെട്ട റോഡുകൾ തന്നെയാണ് 4 റോഡുകളും. സാമാന്യം വലിപ്പമുള്ള റോഡുകളായതുകൊണ്ട് തന്നെ പോക്കറ്റ് റോഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഡ്രൈവർമാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പുതുതായി ഈ സ്ഥലത്തെത്തുന്ന ആളുകൾ റോഡിലേക്ക് ഈ 4 ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു 4 റോഡാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ എന്നാണ് പലപ്പോഴും അപകടം സംഭവിച്ചതിന് ശേഷം ഡ്രൈവർമാർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ വേണ്ടത്ര നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ബമ്പുകൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ തേയ്മാനം വന്ന് ഏകദേശം റോഡിൻ്റെ സമാന്തരമായ അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.